തൂവെള്ള തൂവുന്നു ഷസിൽ. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടിൻ്റെ ഉടമസ്ഥനൊപ്പമാണ്. ഒറ്റ വാക്കില് ഗംഭീരം, മനോഹരം. താങ്ക് യു. യഥാർത്ഥത്തിൽ ഒരു വീട് സങ്കല്പിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്കൊരു ഒരു സങ്കല്പം അതാണല്ലോ ഫസ്റ്റ്. അതിന്റെ റിയാലിറ്റിയിലോട്ട് വന്നു തീർന്നിരിക്കുന്ന സാഹചര്യമാണിത്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ തുടങ്ങാം. മനസ്സിന്റെ ഒരു ആ ഗ്ലാമർ കിട്ടണമെങ്കിൽ ആ ഗോൾഡിന്റെ രീതിയിൽ കിട്ടുമ്പം ഒരു ഭംഗിയുണ്ടാവും. അപ്പൊ അതൊരു ഡാനിയുടെ നല്ലൊരു സജഷനാണ് തന്നെ. ആ ഡിസൈൻ വൈറ്റ് എന്നുള്ള ഡിസൈൻ കട്ട് ചെയ്യാനായിട്ട് ഓക്വേർഡ് അല്ലാതെ കട്ട് ചെയ്യാനായിട്ട് ഈ ഗോൾഡൻ അതാണ് അതിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്ര ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നത്. പീസ് നമുക്ക് ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ വോളിന് ചേരേണ്ട വലിപ്പത്തിലുള്ള ടി വി ചെയ്തിരിക്കുന്നു. ഒരു ടീമില് കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന ആളെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ ഒരു ടീം വർക്കാണ് കേട്ടോ. ശരിക്കും പറയാൻ ഭയങ്കര ടീം വർക്കാണ്. ആളെ എടുത്തു പറയണം. അനൂപും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് മനസ്സിൽ പറയുന്നു. ഇപ്പൊ ഡാനിയും ഞാനും ഒന്ന് ഡിസൈഡ് ചെയ്തു, അത് പറയുന്നു, ആ സാധനം പിറ്റേ ദിവസം വരുമ്പോൾ അവനത് ചെയ്തിരിക്കും, പക്കായിട്ട് ചെയ്തിരിക്കും. അത് നമ്മളെ മനസ്സ് നിറയ്ക്കുന്നത്. ഞാൻ ഇത് പറയുമ്പോ എനിക്കിതുണ്ടോ വരുന്നുണ്ട്. അത്ര ഉള്ളിൽ നിന്നാ പറയാം. പിന്നെ ഈ ലീനിയർ ആ അറ്റത്തും ഈ അറ്റത്തും ഓരോ ലൈൻ കൊടുത്താൽ മതി, ഭംഗിയാവും എന്ന് പറഞ്ഞു. അത് മാറ്റിയിട്ടുള്ള ഒരു പരിപാടിയില്ല, അത് ചെയ്തിരിക്കണം എന്നെടുത്ത് കട്ടായം പറഞ്ഞ് ചെയ്ത. ഇനി എടുത്തു പറയേണ്ടത് ഒന്ന്, നിങ്ങൾ ഈ വൈറ്റ് കളറിലുള്ള കിച്ചൺ ഓപ്പൺ ആക്കി ചെയ്തെന്ന് പറഞ്ഞുള്ള ഒന്നാമത്തെ ധൈര്യം. വീടുകളെക്കാൾ ഉപരി ഫ്ലാറ്റുകൾക്ക് നല്ല കുറച്ചുകൂടെ ഇതാണ് ഒരു വെറൈറ്റി ഐറ്റം. ഇതാണ് സംഗതി. ഇത് സ്ക്വയർ ഷേപ്പ്. നിങ്ങളുടെ വീടിന്റെ മൊത്തം ഒരു ഷേപ്പ് സ്ക്വയർ ആണ്. താഴത്തെ നില 2 ബെഡ്റൂമുകൾ. അപ്പൊ നമുക്ക് അവിടെ കയറാം. തീർച്ചയായും. ഒന്നാമത്തെ ബെഡ്റൂം വെയിൻസ്കോട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. വെയിൻസ്കോട്ട് ഇതില് ഞാൻ നിങ്ങളുടെ ബെഡ്റൂമിൽ മാത്രമാണ് ഞാനിത് കണ്ടത്. ഇതൊരു കൊളോണിയൻ ശൈലിയുടെ ഒരു സംഗതിയാണ്. അത് അവിടെ ചെയ്തിരിക്കുന്നു. നേരെ ഇങ്ങോട്ട് വന്നു ഇവരുടെ ഒരു ബാത്റൂം. ഇതാണ് ഇവരുടെ ഇത്. നമുക്ക് പക്ഷേ എലവേറ്ററിൽ അങ്ങ് പോവാം. അപ്പൊ എന്തായാലും മേളിൽ കാണാം. അപ്പോ എന്റെ ഒപ്പമുള്ള ഡാനിയാണ്. നമസ്കാരം. നമസ്കാരം. യഥാർത്ഥത്തിലേ ഒരു കസ്റ്റമർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രോജക്റ്റ് സംസാരിച്ചു കഴിഞ്ഞു. ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും ഒരു ഡിസൈനർക്ക് അല്ലെങ്കിൽ ഇന്റീരിയർ ഫേമിന് അവരുടെ പ്രോജക്റ്റ് ഏറ്റവും ഭംഗിയായിട്ട് തീർക്കാൻ പറ്റുന്നത് ആ കസ്റ്റമറുടെ വല്ലാത്തൊരു കോർപ്പറേഷൻ ഉള്ളതുകൊണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ അടുത്ത് നമ്മുടെ ഗൃഹനാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് ചേഞ്ചസ് മീൻസ് അതായത് ആ ചേഞ്ചസ് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊരു വൈറ്റ് ആണ്. വൈറ്റ് ടീം ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. വൈറ്റ് ഞങ്ങളുടെ ഞാനിതിന്റെ ഫസ്റ്റ് ഫ്ലോറ് വാർപ്പ് കിടക്കുന്ന സമയത്ത് വരുന്നതാണ്. ആ സമയത്ത് വന്നപ്പോൾ അന്നേ വൈറ്റിനെ കുറിച്ച് അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കഷൻ നടന്നു. അപ്പം ഞാൻ ഫസ്റ്റ് വന്ന് വൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറേ അവരെ ഇങ്ങനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. ആൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. ഇതിൽ എന്തൊക്കെ വേണം, എങ്ങനെ വേണം എന്നുള്ളതിന് കൃത്യമായിട്ട് തീരുമാനമുണ്ട്. പക്ഷെ നമുക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അവരെ നയിച്ചാൽ മതി. അപ്പോൾ അവർക്കറിയാത്ത കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസും കൂടി കോപ്പറേറ്റ് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പം അങ്ങനെ തന്നെയാണ് ഇതുവരെ ആ തുടക്കം മുതൽ എനിക്ക് തോന്നുന്നത് 2 കൊല്ലത്തെ ഒരു പ്രോസസ്സാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. അന്ന് മുതൽ നമ്മൾ വരുന്നു, ഓരോ പോയിന്റും കാര്യങ്ങളും ഇലക്ട്രിക്കലിൻ്റെ പോയിന്റ്, അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു നമുക്ക്. കാരണം നമ്മൾ ആദ്യം തന്നെ ഡ്രോയിങ് കംപ്ലീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഓരോ പോയിന്റ് അവിടെ വരും. ഇപ്പം എന്നെ വിളിക്കും, ഇപ്പം ഞാൻ വരും, കാര്യങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടായിരുന്നു. പിന്നീടായ ഉള്ള കുറേ വെട്ടിപ്പുളി കാര്യങ്ങളും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കി. നമ്മുടെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ 2013 മുതലേ നമ്മുടെ ഫീൽഡിലുണ്ട്, ഫീൽഡിലുണ്ട്. അപ്പൊ അന്ന് മുതലുള്ള എൻ്റെ കാർപ്പൻട്രി ടീം ഇപ്പൊ ഏകദേശം അതേ ഒരു അന്നൊരു 10 പേരായിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ ഏകദേശം 50 പേരുടെ അടുത്ത് വർക്ക് ഫോഴ്സ് നമുക്കുണ്ട്. അറ്റ് എ ടൈം നമുക്കൊരു 10 പ്രൊജക്ട് 15 പ്രൊജക്ട് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓഫീസ് എവിടെയാണോ? നമ്മുടെ തൃശ്ശൂര് പാട്ടുരായ്ക്കല് അശ്വിനി ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. വളരെയധികം സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇനിയും കാണണം പുതിയ പ്രോജക്റ്റുകൾ. തീർച്ചയായിട്ടും. പറയത്തക്ക കാര്യങ്ങൾ എപ്പോഴും സർവീസ് ഒരു പ്രധാന സംഗതിയാണ്. സർവീസ് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ എവിടെയും കേരളത്തിന് പുറത്തും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതായിരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ.